Hello students, we are going to discuss the activity 6 and 7 in chapter 5, the separation of substances. Okay. So, chapter 5 activity 6 today we are going to discuss about the evaporation. Evaporation another question discuss അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ആണ് ആക്ടിവിറ്റി 6 So heat a beaker containing some water. നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇവാപറേഷൻ എന്താണ്. ഒരു ബീക്കറിൽ ഒരു വെള്ളം എടുത്തിട്ട് ഈ ഫിഗറിൽ കാണുന്നത് പോലെ allow the water to boil, നല്ലോണം ബോയിൽ ചെയ്യാൻ വയ്ക്കുക. കണ്ടിന്യൂ ഹീറ്റിംഗ്, ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. Would the water turn into steam? സ്റ്റീം ആയിട്ട് ആവിയായിട്ട് പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ആൻഡ് ഡിസപ്പിയർ കംപ്ലീറ്റ്ലി. എന്നിട്ട് എന്ത് സംഭവിക്കുക, അത് ഫുള്ളും ഡിസപ്പിയർ ആയി പോകും. Add 2 spoons of salt to water in another beaker and stir it well. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ ഇത് ചെയ്തപ്പോൾ ആവിയായി പോകുന്നത് നമ്മൾ കണ്ടു. ഇനി 2 സ്പൂൺ ഓഫ് സോൾട്ട് എടുത്തിട്ട് വേറൊരു ബീക്കറിലിട്ട് നന്നായി ഇളക്കി. ഓക്കെ, ഡു യു സീ എനി ചേഞ്ച് ഇൻ ദ കളർ ഓഫ് വാട്ടർ? അപ്പൊ സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരു വാട്ടറിന്റെ കളറിൽ ഒരു ചെറിയ ചേഞ്ച് കാണും അല്ലെ. Can you see any salt in the water after stirring? സ്റ്റിർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോൾട്ടിന് പിന്നെ കാണാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ഹീറ്റ് ദ ബീക്കർ കണ്ടെയ്നിങ് ദ സോൾട്ട് വാട്ടർ. എന്നിട്ട് നല്ലോണം ഹീറ്റ് ചെയ്യാം. ലെറ്റ് ദ വാട്ടർ ബോയിൽ എവേ. വീണ്ടും വാട്ടർ ബോയിൽ ചെയ്യൂ. വാട്ട് ഈസ് ലെഫ്റ്റ് ഇൻ ദ വാട്ടർ? ഇൻ ദ ആക്ടിവിറ്റി we use the process of evaporation to separate the mixture of water and salt. നല്ലോണം ഹീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് താഴെ ഫുള്ള് വാട്ടറും ഹീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ താഴെ നമുക്ക് ഒരു സോൾട്ടിന്റെ പൊടി പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ സോൾട്ടും വാട്ടറും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രോസസ് യൂസ് ചെയ്യാം? ഇവാപറേഷൻ യൂസ് ചെയ്യാം. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് വാട്ടർ ഇൻടു വേപ്പർ ഈസ് കോൾഡ് ഇവാപറേഷൻ. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപറേഷൻ എന്ന് പറയുന്നത്. ഏത് പ്രോസസ്സിനെയാണ്? കൺവേർഷൻ ഓഫ് വാട്ടർ ഇൻടു വേപ്പർ. വാട്ടറിനെ വേപ്പറിലേക്ക് ആക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ ഇവാപറേഷൻ എന്നും പറയുന്നു. ഓക്കെ, the process of conversion of water into vapor is called evaporation. The process of evaporation takes place continually wherever water is present. എവിടെയെല്ലാം വാട്ടർ ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇവാപറേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ആയിട്ട് നടക്കും. നമ്മളിപ്പോ താഴെ എവിടെയെങ്കിലും വെള്ളമായിട്ട് കുറെ നേരം കഴിയുമ്പോഴത്തേക്കും ആ ചൂടുകൊണ്ട് ചെറിയൊരു ചൂടും കൂടി ഉണ്ടെങ്കിൽ ആ ചൂടുകൊണ്ട് എന്ത് സംഭവിക്കും? അതെല്ലാം ഇവാപറേറ്റ് ചെയ്ത് പോകും അല്ലെ. Where do you think the salt comes from? Our seawater containing many salt mix in it. Like namkariya. So one of the salt is the common salt. നമ്മൾ common salt ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. When seawater is allowed to stand in a shallow pits, water gets heated by sunlight and slowly turn into water vapor through evaporation. When seawater is allowed to stand in a shallow pit, ഒരു പിറ്റിന്റെ കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ seawater നമ്മൾ ആദ്യം കുറെ നേരം വെക്കുക. വാട്ടർ gets heated by sunlight. സൺലൈറ്റ് കാരണം ഇത് എന്ത് സംഭവിക്കും? ഹീറ്റ് ചെയ്യും. സ്ലോലി ടേൺ into water vapor through evaporation. വാട്ടേഴ്സ് എന്തായി? അവിടുന്ന് ഇവാപറേഷനിലൂടെ വാട്ടർ എല്ലാം പോയിട്ടുണ്ടാവും സൺലൈറ്റിന്റെ ആ ചൂടുകൊണ്ട്. In a few days, the water evaporates completely, leaving behind the solid salt. അപ്പൊ കുറേ ദിവസം കഴിയുമ്പോ അവിടെ സോൾട്ടും വാട്ടർ ഒക്കെ പോയിട്ടുണ്ടാവും. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സോൾട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. Common salt is then obtained from the mixture of salt by further purification. എന്നിട്ട് ഈ അതിനകത്തുള്ള ആ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോൾട്ടിനെ നമ്മൾ എടുക്കുന്നത്. അതൊരു പ്യൂരിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, ഇങ്ങനെ പിറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതിൽ വാട്ടർ വെക്കുക. സൺലൈറ്റിന്റെ പ്രസൻസിൽ വാട്ടർ എല്ലാം ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് സോൾട്ടിന്റെ കട്ടകൾ നമുക്ക് കിട്ടും. ഇനി ആക്ടിവിറ്റി 7ലേക്ക് പോവാം. ടേക്ക് എ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് സോൾട്ട്. ഹൗ വിൽ വി സെപ്പറേറ്റ് ദിസ്? നമ്മൾ സാൻഡും സോൾട്ടും കൂടി എടുക്കുക. എന്നിട്ട് ഇതെങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. We already saw that hand picking would not be practical method for separating this. നമുക്കറിയാം സോൾട്ടിനെ ഹാൻഡ് പിക്ക് ചെയ്തിട്ട് കളയാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. Keep the mixture in a beaker. Add some water to it. നമ്മൾ എന്താ ഒരു ബീക്കറിൽ
അതെടുത്തിട്ട് ഒരു സോൾട്ട് വാട്ടർ എടുത്തിട്ട് ലീവ് ദ ബീക്കർ aside for some time. കുറച്ച് നേരത്തേക്ക് അങ്ങനെ വെക്കുക. Do you see the sand settling down at the bottom? അപ്പൊ ആ സാൻഡ് മൊത്തമായിട്ട് സാൻഡിൽ സോൾട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ സാൻഡ് മൊത്തമായിട്ട് താഴെ സെറ്റിൽ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. The sand can be separated by decantation or filtration. കഴിഞ്ഞ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ കളഞ്ഞാൽ ഡീകാൻഡേഷൻ പ്രോസസ് ആണ്. ഫിൽറ്റർ യൂസ് ചെയ്ത് ഫിൽറ്റർ ചെയ്താൽ ഫിൽട്രേഷൻ ആണ്. ഞാനൊരു എക്സ്പെരിമെന്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഡീകാൻഡേഷനിലും ഫിൽട്രേഷനിലൂടെ ആ വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് സാൻഡിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. വാട്ട് ഡസ് ദ ഡീകാൻഡഡ് ലിക്വിഡ് കണ്ടെയ്ൻ? ആ ഡീകാൻഡഡ് ലിക്വിഡിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഡു യു തിങ്ക് ദിസ് വാട്ടർ കണ്ടെയ്ൻ ദ സോൾട്ട് which has there is a mixture of at the beginning? Now we need to separate the salt water from the decanted liquid. ആ ഡീകാൻഡ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് കളയുന്ന ലിക്വിഡിനകത്ത് എന്തായാലും സോൾട്ട് ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലേ? അപ്പോ ട്രാൻസ്ഫർ ദ ലിക്വിഡ് ഇൻ ടു എ കെറ്റിൽ. കെറ്റിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ പിക്ചർ കാണിച്ചു തരും. ആ കെറ്റിലില് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലിക്വിഡിനെ എടുക്കുക. ക്ലോസ് ഇറ്റ്സ് ലിഡ്. അതിനെ നന്നായി ക്ലോസ് ചെയ്യുക. ഹീറ്റ് ദ കെറ്റിൽ ഫോർ സം ടൈം. ഈ കുറച്ച് നേരത്തേക്ക് കെറ്റിൽ എന്ത് ചെയ്യുക? ചൂടാക്കുക. Do you notice the steam coming out from the spot of the kettle? കെറ്റിന്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും? ആവിയായിട്ട് നീരാവി വരാൻ തുടങ്ങും. Take a metal plate with some ice on it. ഒരു മെറ്റൽ പ്ലേറ്റ് എടുക്കുക, അതിന്റെ മേലെയൊക്കെ ഐസ് വെക്കാം. Hold the plate just above the spot of the kettle as shown. ആ ഫിഗർ ഞാൻ കാണിച്ചു തരാം. What do you observe? ആവി വരുന്ന ഭാഗത്തേക്ക് ഈ പ്ലേറ്റിൽ ഐസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. Let the water in the kettle boil off. അത് boil ചെയ്ത് ഇങ്ങനെ പോട്ടെ. When the steam comes in contact with the metal plate cooled with ice, it condenses from the liquid water. അത് വീണ്ടും എന്ത് ചെയ്യും? ഈ ഐസ് ആവിയായി പോയ സാധനം ഈ ഐസിൽ തട്ടുമ്പോൾ എന്ത് ചെയ്യും? അത് വീണ്ടും വാട്ടർ ആയി മാറിയിട്ട് ഓരോ തുള്ളി ആയിട്ട് ഇങ്ങനെ വീണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ വാട്ടറിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഒരു ബോട്ടിലേക്ക് എടുക്കാൻ പറ്റും അല്ലേ? അങ്ങനെ ആവിയായി പോയത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ അതിനെ പറയുന്ന പ്രോസസ് ആണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ വാട്ടർ ഡ്രോപ്പ് ദാറ്റ് യു ഒബ്സർവ് ഫാളിംഗ് ഫ്രം ദ പ്ലേറ്റ് where do the condensation of steam? The process of conversion of water vapor into its liquid is called as condensation. കണ്ടോ, ഇതാണ് കെറ്റില്. ഈ കെറ്റിലിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ സോൾട്ടും വാട്ടറും എടുത്തു. ഓക്കെ, സോൾട്ട് ഉള്ള വാട്ടർ ഡീകാൻഡ് ചെയ്ത് സാൻഡ് ഒക്കെ കളഞ്ഞിട്ട് സോൾട്ട് ഉള്ള വാട്ടർ എടുത്തു. എന്നിട്ട് ചൂടാക്കുന്ന സമയത്ത് ആവി ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മള് ഒരു പ്ലേറ്റ് എടുത്ത് അതിനകത്ത് ഐസ് വെച്ചു. ഐസിൽ ഈ ആവി തട്ടുമ്പോൾ അത് വീണ്ടും വാട്ടർ ആയിട്ട് വീഴുന്നു. കണ്ടല്ലോ? ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ആഫ്റ്റർ ഓൾ ദ വാട്ടർ ഹാസ് ഇവാപറേറ്റഡ്. അങ്ങനെ വാട്ടർ മൊത്തം ഇവാപറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ ദ കെറ്റിൽ? അപ്പൊ കെറ്റിലിന് താഴെ എന്തായിരിക്കും ഉണ്ടാവുക? We have thus separated the salt, sand, water by using the process of decantation, filtration, evaporation and condensation. അപ്പൊ കെറ്റിലിനകത്ത് എന്തുണ്ടാവും? സോൾട്ട് ഉണ്ടാവും. വാട്ടർ എല്ലാം നല്ല പ്യൂരിഫൈ ചെയ്തിട്ട് ആ കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അല്ലേ? അപ്പൊ വാട്ടറും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി, സോൾട്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി, സാൻഡും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ഇവിടെ നമ്മൾ 3 പ്രോസസ് യൂസ് ചെയ്തു. ഒന്നെങ്കിൽ ഡീകാൻഡേഷൻ അല്ലെങ്കിൽ ഫിൽട്രേഷൻ, അത് സാൻഡ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഇവാപറേഷൻ, പിന്നെ കണ്ടൻസേഷൻ. Okay, so today we discuss about the evaporation and condensation. Okay, thank you. Read out your textbook very well. Okay.